ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒരു സന്തോഷമുള്ള കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. യൂട്യൂബിൽ നിന്നും ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടി. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിതുവരെ എത്താൻ സാധിച്ചത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാ വ്യൂവേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1/2 ഗ്ലാസ് തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 4 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, 2 മുട്ട. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. സാധാരണ തോരത്തിന് ചതച്ചെടുക്കും പോലെ ചതച്ചെടുത്താൽ മതി, കൂടുതൽ അരയണ്ട. ഇതുപോലെ ചതച്ചെടുത്താൽ മതി. തേങ്ങ ചതച്ചതിന് ശേഷം കറിവേപ്പില അതിലിട്ട് ഒരു കറക്ക് കറക്കിയെടുത്തു. മുട്ട പൊട്ടിച്ചെടുത്തു. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു വറ്റൽമുളക് പൊട്ടിച്ചിടാം. 1 സ്പൂൺ കടുകും കൂടെ ഇടാം. എന്നിട്ട് കറിവേപ്പില ഇടാം. ഈ മുട്ടയിലോട്ട് ഒഴിക്കാം. തീ കൂട്ടി വെച്ച് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ടാണ് മുട്ട ഒഴിച്ചത്. ഇനി ഇതിനെ നല്ലതുപോലെ ഇളക്കണം. ആവശ്യത്തിനുള്ള പൊടിയുടെ ചേർക്കാം. ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇടുമ്പോൾ ഉപ്പ് കുറച്ചുകൂടി നേരത്തെ ഇടണം. ഇതിലോട്ട് അരപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് തീ കൂട്ടി വെച്ചതിന് ശേഷം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇപ്പോൾ മുട്ടത്തോരൻ റെഡിയായി. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതിനെ ഒരു സെർവിങ് കലത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോരൻ റെഡിയായി. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം. മുട്ട കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതൽ എടുക്കണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.